പുറകെ പോയി നോക്കി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഞാൻ തരംതാണ രീതിയിൽ സംസാരിക്കുന്നുവെന്ന് കരുതരുത്. സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കെൽപ്പില്ലാത്ത ഒരു പാർട്ടിയുടെ സെക്രട്ടറി RSP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചോ പറയുക, 1 മണിക്കൂറുടെ തന്നിട്ടേ ഞങ്ങളിത് സെറ്റിൽ ചെയ്ത് കൊടുക്കുമായിരുന്നു. നാണം വേണ്ടേ, മാനം വേണ്ടേ? കോമാളി വേഷം കെട്ടുന്നതിന് വേണ്ടി അത് വേഷത്തിന് മാത്രമല്ല പറച്ചിലും കൂടെ ആയാലോ. ഇപ്പൊ ആ കോമാളികളെ ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവിനെ ചേർന്നതല്ല എന്ന് ആദ്യമേ പറയട്ടെ. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ, ആ വാക്കുകൾ ഒരു പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. ജയിക്കാനുള്ള താവളം നോക്കി കളം മാറ്റി ചവിട്ടിയവരാണ് RSP. ആ RSP ആണിപ്പം നമ്മളെ ചരിത്രം പഠിപ്പിക്കാൻ പോകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏത് ഭാഗത്താണ് അവരെന്ന് പറയണം. നമ്മളെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ട് ആണും പെണ്ണും കെട്ടവരെന്ന് പറയുന്നവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏത് ഭാഗത്താണ് അവർ, ആണാണോ പെണ്ണാണോ എന്ന് അവർ തന്നെ പറയട്ടെ.